ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗവാസികൾ അവർക്കായി പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള വീടുകളിൽ അവർ പ്രവേശിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ വീടുകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, അതിൻ്റെ വിശേഷണം എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഇന്ന് മനസ്സിലാക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖുൽനാ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, മാലന ഇദാ കുന്ന ഇൻദക റഖത്ത് ഖുലൂബുന, ഞങ്ങൾ താങ്കളോടൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ വളരെ തരളിതമാകുന്നു, അതുപോലെ തന്നെ ദുനിയാവിൽ ഞങ്ങൾ വിരക്തരാകുന്നു, ഞങ്ങൾ പരലോകത്തിൻ്റെ ആളുകളായി മാറുന്നു. പക്ഷേ ഞങ്ങൾ താങ്കളുടെ അടുത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഞങ്ങളുടെ കുടുംബവുമായി ചേർന്ന് കഴിഞ്ഞാൽ, അങ്ങനെ കുട്ടികളും സന്താനങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, അങ്കർന അംഫുസന, ഞങ്ങളുടെ സ്വന്തത്തെ തന്നെ ഞങ്ങൾ നിഷേധിക്കുന്ന ഒരു രൂപത്തിലായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ബോധം, ആ ഒരു ആത്മീയത നഷ്ടപ്പെടുന്നു. അത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നക്കും തകൂനൂന ഇദാ ഖറജ്തും മിൻ ഇന്ദി കുൻതും അല ഹാലിക്കും ദാലിക്, നിങ്ങൾ എന്നോടൊപ്പമുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് എന്നിൽ നിന്ന് പുറപ്പെട്ടു പോയാലും ഉള്ളതെങ്കിൽ, ലസാറത്തുക്കുമുൽ മലായിക ഫി ബുയൂത്തിക്കും, മലക്കുകൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു. വലൗലം തുദിനിബു, നിങ്ങൾ എന്നിട്ട് തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ലജാ അല്ലാഹു ബി ഖൽഖിൻ ജദീദ് കയുദ്നിബു ഫയഗ്ഫിറ ലഹും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു മറ്റൊരു പുതിയ തരം സൃഷ്ടിയെ കൊണ്ടുവന്ന് അവർ തെറ്റ് ചെയ്യുകയും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും നമ്മൾ സമ്പൂർണരാകുന്നില്ല, പൂർണ്ണ മനുഷ്യരാകുന്നില്ല, തെറ്റുകൾ നമുക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ തെറ്റ് സംഭവിച്ചാലുള്ള പരിഹാരവുമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ആദം നബി അലൈഹി ഇസ്ലാമയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത്, അതും പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ സമ്പൂർണരല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് മിമ്മ ഖുലിഖൽ ഖൽഖ്, എങ്ങനെയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടുള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മാ, വെള്ളത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ ചോദിച്ചു, ഖുൽതു അൽ ജന്നത്തു മാ ബിനാഉഹ, സ്വർഗത്തിലെ വീടുകൾ എങ്ങനെയുള്ളതാണ്? അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗം, സ്വർഗത്തിലെ വീടുകൾ എങ്ങനെയുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലബിനത്തും മിൻ ഫില്ല വലബിനത്തും മിൻ ദഹബ്, അതിലെ ഒരു ഇഷ്ടിക, അതിൻ്റെ ഒരു കട്ട വെള്ളിയുടേതാണ്, മറ്റൊരു കട്ട സ്വർണത്തിൻ്റെതാണ്. അതായത് സ്വർണവും വെള്ളിയും ഇടകലർത്തി നിർമ്മിച്ച പ്രത്യേക കൺസ്ട്രക്ഷനാണ് അവിടുത്തെ വീടുകൾ. ഒമിലാത്തു ഹൽ മിസ്ക് അൽ അൻഫർ, അതിൻ്റെ പിന്നെ അവിടെ പേവ് ചെയ്തിരിക്കുന്ന ടൈലുകൾ, അതിൻ്റെ അത് പ്രത്യേകമായ കസ്തൂരിയുടെ സുഗന്ധമുള്ളതാണ്. വഹസ്ബാഉ ഹൽ ഉവൽ യാഖൂത്ത്, അവിടെ വിരിച്ചിരിക്കുന്ന ചരൽക്കല്ലുകൾ അത് പവിഴവും മുത്തുമൊക്കെയാണ്. തുർബത്തു ഹസ്സഅഫറാൻ, അതിൻ്റെ മണ്ണ്, അവിടെ നമ്മൾ കാണപ്പെടുന്ന മണ്ണ് അത് കുങ്കുമം, അത് ജഅഫറാൻ കൊണ്ടുള്ളതായിരിക്കും. മൻ ദഖലഹ, ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ യൻഉം, അവനൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. വലാ യബ്അസ്, അവനൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. വയഖ്ലുദ് വലാ യമൂത്ത്, ശാശ്വതമായി അവിടെ താമസിക്കുന്നു, ഒരിക്കലും മരണപ്പെടേണ്ടി വരില്ല. ലാ തുബ്ല സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു പോവുകയില്ല. വലാ യഫ്ന ശബാബുഹും, അവരുടെ യുവത്വം നശിച്ചു പോവുകയില്ല. അപ്പം ഇതാണ് സ്വർഗത്തിലെ വീടുകളുടെ അവസ്ഥ. സ്വർണവും വെള്ളിയും കൊണ്ട്, അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി പലപ്പോഴും അവൻ്റെ ചിന്തയിൽ പോലും വരാത്ത വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വീടും പരിസരവും ഒക്കെയാണ് സ്വർഗത്തിലെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വലിയ ഉയർന്ന, വളരെ ഉയരമുള്ള വീടുകളായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വലിയ വലിയ പാലസുകളൊക്കെ നല്ല ഉയരത്തിലായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. കാരണം അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും മനോഹാരിതയും ഒക്കെ ആ ഉയരത്തിലാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള വീടുകളാണ് സ്വർഗത്തിലുണ്ടാവുക. പല വീടുകളും വളരെ വിലപിടിപ്പുള്ള പവിഴവും മുത്തുകൊണ്ടും നിർമ്മിച്ചതായിരിക്കും. അതുപോലെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന
അത്തരം വീടുകളാണ്. സൂറത്തു സഫിൽ അള്ളാഹു അത് പറയുന്നുണ്ട്, വമസാകിന ത്വയ്യിബതൻ ഫി ജന്നാത്തി അദ്നിൻ, ശാശ്വതമായ സ്വർഗ പൂന്തോപ്പുകളിൽ വളരെ മനോഹരമായ ഭവനങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. ഒരു വീടല്ല, മാൻഷൻസ് എന്നാണ് പറഞ്ഞത്. മസാക്കിന വലിയ വലിയ വീടുകളാണ് ലഭിക്കുക. സ്വാഭാവികമായും വലിയ വീടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് വലിയ വീടുകളെന്നാൽ വലിയ ട്രബിൾ എന്നാണ്. അല്ലെ, അത് ക്ലീൻ ചെയ്യണം, അതിൻ്റെ വൃത്തിയാക്കണം, അത് സൂക്ഷിക്കണം. ഇത്തരം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവപ്പെടുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. വൃത്തിയാക്കുകയോ അതിൽ പണിയെടുക്കുകയോ അതിൻ്റെ മെയിൻ്റനൻസോ ഇത്തരം സംഗതികളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി സ്വർഗത്തിലെ വീടുകളെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പല രൂപത്തിൽ അള്ളാഹു അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ബുയൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുസൂർ. ബുയൂത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളെക്കുറിച്ച്, ഖുസൂർ എന്ന് പറഞ്ഞാൽ പാലസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ വലിയ റൂമുകൾ, സ്യൂട്ടുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, ഖിയാം വലിയ പവലിയനുകൾ, പുറത്തുള്ള മജ്ലിസ് തമ്പുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അത്തരം സംഗതികൾ. ഇതിനെക്കുറിച്ച് അള്ളാഹു സൂറത്ത് ദഹറിൽ പറഞ്ഞിട്ടുണ്ട്, വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറ. അവിടെ നിങ്ങൾ എല്ലാത്തരം അനുഗ്രഹങ്ങളും, വമുൽക്കൻ കബീറ, വലിയ കിങ്ഡം. മുൽക്ക് എന്ന് പറഞ്ഞാൽ വലിയ രാജാധികാരത്തിൻ്റെ അത്രത്തോളം വിശാലമായ ഒരു രാജ്യം തന്നെയായിരിക്കും, ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അത്തരം സാമ്രാജ്യങ്ങളിൽ സാധാരണ ഭൂലോകത്തെ രാജാക്കന്മാർക്കും ധനികന്മാർക്കും ആഢ്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള സങ്കടങ്ങളോ നിരാശയോ ദുഃഖമോ ഒന്നും അവരെ ബാധിക്കുകയില്ല. താരിഫു ഫി വുജൂഹിഹിം നളറത്തൻ നഈം, ആ അനുഗ്രഹങ്ങളുടെ പ്രശോഭിത അവർക്ക് കാണാൻ സാധിക്കും. അവരുടെ മുഖങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ സന്തോഷം, അവർ സൂപ്പർ ഹാപ്പി ആയിരിക്കും ആ സ്വർഗത്തിൽ എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭവനത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അത് പാലസ് ഓഫ് ഗോൾഡ്, ഖസ്റും മിന ദഹബ്, സ്വർണത്തിൻ്റെ ഒരു വീടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാരണം താങ്കൾ ഒരു വീടിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു, ആ വീട് സ്വർണം കൊണ്ടുള്ളതാണ് എന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്വർണത്തിൻ്റെ വീടുകൾ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, അതുപോലെ നീതിമാന്മാരായ ഭരണാധികാരികൾ, അവർക്കൊക്കെയാണ് ലഭിക്കുക. അവരൊക്കെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രത്യേകമായ തണൽ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലും ഇവരൊക്കെയുണ്ട്. അപ്പോൾ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വീടുകൾ പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. അതിന് താഴെ സിൽവർ, വെള്ളി, റൂബി, വ്യത്യസ്തമായ പവിഴം, ഇങ്ങനെയുള്ള ഒരുപാട് പല രൂപത്തിലുള്ള ആഡംബരങ്ങളുടെ, സുഖസൗകര്യങ്ങളുടെ കൊട്ടാരങ്ങളായിരിക്കും വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുക. ഉബൈദ് ബിൻ ഹുമൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ഒരു വീടെന്ന് പറയുന്നത് ഒരു ഒറ്റ പവിഴം കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരിക്കും. പക്ഷെ അതിൽ ഒരുപാട് ധാരാളമായിട്ടുള്ള റൂമുകളും ഉറഫുകളും ബവാബ, അതിൻ്റെ ഗേറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉറഫ് എന്ന് പറയുന്നത് ശരിക്കും അപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ സാധാരണഗതിയിൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വില്ലയും അപ്പാർട്ട്മെൻറ്റും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പറയും. പക്ഷേ അതുപോലത്തെ അല്ല സാബിഖൂങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് മുന്നോട്ട് പോയവർക്ക് ലഭിക്കുന്ന ഉറഫിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. അത് നല്ല ക്രിസ്റ്റൽ കൊണ്ട്, അതായത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളായിരിക്കും. അത് നന്നായി ഇങ്ങനെ തിളങ്ങുന്ന ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ ആ കൊട്ടാരങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള വിളക്കുകൾ, ദീപങ്ങൾ ഇങ്ങനെ കൊളുത്തിയിട്ടുണ്ടായിരിക്കും. ആ ദീപങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കാണപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്തരം വീടുകൾ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് സൂറത്തു സുമറിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാക്കിനില്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ നാഥനെ സൂക്ഷിച്ച് ഭൂമിയിൽ ജീവിച്ച ആളുകൾ
അവർക്ക് ലഹും ഗുറഫുൻ, അവർക്ക് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ ലഭിക്കും, മുറികൾ ലഭിക്കും. മിൻ ഫൗഖിഹ ഗുറഫ് മബ്നിയ, ആ അപ്പാർട്ട്മെൻറ്റുകൾക്ക് മുകളിൽ വേറെയും അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. മബ്നിയ, പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളാണത്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വഅദല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തഖ്വയാണ് ഈ സ്വർഗത്തിലെ ഇത്തരം അനുഗ്രഹങ്ങളെ നമ്മളെ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ റമദാൻ തന്നെ ആ തഖ്വ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. മറ്റൊരു സൂറത്ത് സബയിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ നമ്മുടെ അടുക്കൽ നിങ്ങളെ ആ പദവിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായി മാത്രമാകണം. ഇല്ലാമൻ ആമന വ അമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവർ ഫഉലായിക ലഹും ജസാഉൽ ളിഅഫ്, അവർക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ, അവർ അവരുടെ അപ്പാർട്ട്മെൻറ്റുകളിൽ നിർഭയരായി, ആ കൊട്ടാരങ്ങളിൽ നിർഭയരായി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നു. അതുപോലെ ഇബാദുർ റഹ്മാനെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നത്, വ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ വിനയാന്യതരായി നടക്കുന്ന ആളുകൾ, അവരോട് ജാഹിലുകളായിട്ടുള്ള ആളുകൾ, അവിവേകികളായിട്ടുള്ള ആളുകൾ അവരോട് തർക്കിക്കാൻ വന്നാൽ അവർ പറയും ഖാലു സലാമ. അവരെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം 75-ാമത്തെ ആയത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു, അവർ ക്ഷമിച്ചതിൻ്റെ ഫലമായി അവർക്ക് ധാരാളം ഇത്തരത്തിലുള്ള കൊട്ടാരങ്ങൾ ലഭിക്കും. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, അവർ അവിടെ ഒരു സലാമിൻ്റെ അഭിവാദ്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാധാനം എന്ന അഭിവാദ്യം കൊണ്ട് അവർ അവിടെ അഭിവാദ്യം ചെയ്യപ്പെടും. അങ്ങനെയാണ് അവരവിടെ സ്വീകരിക്കപ്പെടുക. അപ്പോൾ അവിടെ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ദുനിയാവിലെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളുടെയൊക്കെ ഫലമായി അവർക്കവിടെ സലാം, സമാധാനത്തിൻ്റെ ഭവനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതമായ ചര്യയും ഉന്നതമായ സ്വഭാവവും അതുമൊക്കെ സ്വീകരിച്ച ആളുകൾ, അവർക്ക് നാളെ പരലോകത്ത് വളരെ ഉന്നതമായ സ്ഥാനവും വീടുകളും ലഭിക്കും. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആർക്കാണ് സ്വർഗത്തിൽ ഉന്നത വീടുകൾ ലഭിക്കുക, അവർ തങ്ങൾ ശരിയാണെങ്കിലും തർക്കവിതർക്കങ്ങളിൽ നിന്ന് മാറി നിന്നു, അതുപോലെ തന്നെ വെറുതെ അനാവശ്യമായി മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയാത്തവരാണവർ, അതുപോലെ തന്നെ ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവ സവിശേഷതകളുള്ളവരാണവർ. ആ സ്വർഗത്തിലെ ആ ഭവനങ്ങളുടെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ അകംഭാഗം പുറത്തുനിന്ന് കാണാൻ സാധിക്കും, പുറം ഭാഗം അകത്തു നിന്നും കാണാൻ സാധിക്കും. അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വീടുകളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ വീടുകളിലെ സ്വകാര്യതയെക്കുറിച്ച് സംശയം തോന്നാം. പക്ഷേ സ്വകാര്യതയ്ക്ക് ഭംഗം വരാത്ത രൂപത്തിൽ, മറ്റാരും എത്തി നോക്കാനില്ലാത്ത രൂപത്തിൽ വിശാലമായ പൂന്തോട്ടങ്ങളുടെ നടുവിലുള്ള ഭവനങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള സ്വകാര്യതയുമൊക്കെ അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പാക്കും. എന്നിട്ട് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഇത്തരം വീടുകൾ അള്ളാഹു ആർക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? യുത്ഇമുത്തആം അല്ലദീന യുത്ഇമുത്തആം, അവർ മിസ്കീങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ്ലി, നിരന്തരമായിട്ട് അവർ നോമ്പനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ സല്ലൂന ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായി തയ്യാർ ചെയ്ത വീടുകളാണ് സ്വർഗത്തിലേത് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, ഉന്നതമായിട്ടുള്ള ഗുണഗണങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മത, ഇതൊക്കെയാണ് സ്വർഗത്തിലെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മളെ പാത്രീഭൂതരാക്കുക. അതിന് നമ്മൾ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹത നേടിയെടുക്കണമെങ്കിൽ ഭൂമിയിലെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഉന്നത ഗുണങ്ങളുടെ ഒരു ജീവിതമായിരിക്കണം. ആ അർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മളെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.